നോൺസെൻസ് എന്ന് തുടങ്ങിയൊരു യാത്ര തുടങ്ങിയാണ്. നോൺസെൻസ് ഫസ്റ്റ് മൂവി ആയിട്ട് ചെയ്യുന്നു. പിന്നീട് ആ സിനിമ അത്ര റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല, ഒരു വലിയ പരാജയം നേരിട്ടു. പിന്നീട് ഇവിടെ എന്താ പറയുക, ഒരു ജേണി ഉണ്ട്. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരു സ്ട്രഗ്ലിംഗ് ജേണി ആയിരിക്കണമല്ലോ. കാരണം ഈ പറഞ്ഞതിനകത്ത് ഒരു പ്രജഡീസ് ആയിട്ട് ആളുകൾ ഡീൽ ചെയ്തേക്കും. പിന്നെ എങ്ങനെയാണ് അതിനെ ഒന്ന് ഓവർകം ചെയ്തത്? അത് ആക്ച്വലി ഞാൻ അതിനെ സർവൈവ് ചെയ്തത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല എങ്കിൽ പോലും വളരെ വിരലെണ്ണാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ശക്തമായിട്ടുണ്ടായിരുന്നു. അവരെന്നെ ജഡ്ജ് ചെയ്തിട്ടില്ല. അപ്പം വേറെ പലരും ജഡ്ജ് ചെയ്തവരുണ്ട്. അപ്പം അങ്ങനെ ജഡ്ജ് ചെയ്യാതെ എന്നെ സപ്പോർട്ട് ചെയ്തൊരു സുഹൃത്ത് ബന്ധമാണ് എന്നെ സർവൈവ് ചെയ്യിപ്പിച്ചത്. 3-4 പേര് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങളൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു എന്നുള്ള ഞാൻ തന്നെ മറന്നു അങ്ങനെ. പക്ഷേ ഈ കണ്ടൻറ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കണ്ടൻറ്റിനോടുള്ള ഒബ്സഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ഞാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പം പിന്നൊരു വാശി ഉണ്ടായിരുന്നു, എനിക്കൊന്ന് പ്രൂവ് ചെയ്തേ പറ്റും എന്നുള്ള വാശി ഉണ്ടായിരുന്നു, ഫയർ ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് വളരെ സ്ലോ സ്പീസിലാണെങ്കിലും അത് ഞാൻ കീപ്പ് ഓൺ ട്രൈയിങ് ആയിരുന്നു. അങ്ങനെ പോയി ഞാൻ ആക്ച്വലി ഇപ്പം സൂക്ഷ്മദർശിനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സക്സസ് ആക്ച്വലി നിങ്ങളുടെ സക്സസ് ആണെന്ന് പറഞ്ഞ ഇത് പരിപാടി എനിക്ക് സത്യത്തിൽ അത് നോൺസെൻസിനും കൂടിയുള്ള സക്സസ് ആണ്. കാരണം നോൺസെൻസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കഥ ആലോചിക്കില്ല. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി നോൺസെൻസ് ഉള്ളത് കൊണ്ടാണ് സൂക്ഷ്മദർശിനി ആലോചിച്ചത്. കാരണം ആ 1 ഡേ സ്റ്റോറിയിൽ നിന്നാണ് എനിക്ക് ഇങ്ങനൊരു സെറ്റിങ്ങിൽ എനിക്ക് അടുത്ത സിനിമ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ഇപ്പോഴും ആ സിനിമ അങ്ങനെ തന്നെ ഞാൻ അതിനെ എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുള്ളത് കൊണ്ട് ഇതുണ്ടായി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പം ഈ സക്സസ് അതിനും കൂടി ഉള്ളത്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ അതിനെ ഭയങ്കര ഗ്രാൻഡായിട്ട് എടുക്കുന്നില്ല. പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഹ്ലാദം ഞാൻ ഈ സിനിമ കണ്ടത് റിലീസിൻ്റെ അന്ന് കണ്ടത് എൻ്റെ കൂടെ റിനോഷ് എൻ്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വളരെ സ്കൂൾ പഠിക്കുന്ന പോലെ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അവൻ +2 പഠിക്കുമ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നതൊക്കെ. അപ്പം എൻ്റെ അച്ഛനും അമ്മയും പുള്ളിയും എൻ്റെ കൂടെ അന്ന് എന്നെ വളരെ സപ്പോർട്ടീവായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുടെ കൂടെ നിന്നാണ് ഞാൻ സിനിമ കാണുന്നത്. അപ്പം അവർ എന്നെ തിരിച്ച് കാണുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹൈ. അതിനപ്പുറത്തേക്ക് എനിക്ക് വലിയൊരു ഹാപ്പിനെസ് ഇല്ലായിരുന്നു. എൻ്റെ കൂടെ നിന്നവർ അവർ ഹാപ്പി ആവുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, എന്നെ ഓർത്ത് അവർ ഹാപ്പി ആവുന്നൊരു മൊമെൻ്റ്, അതെനിക്ക് വലിയ ഹാപ്പിനെസ്സാണ്. അല്ലാതെ കാരണം ഇനിയും നമുക്ക് എപ്പോഴും ഇത് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പം ഞാൻ സൂക്ഷ്മദർശിനി ചെയ്തത് കൊണ്ട് അടുത്ത സിനിമ ഗംഭീരമാവില്ല. ഞാൻ ഇതുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ ഗംഭീരമാവുള്ളൂ. അപ്പം എന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ, അപ്പം എനിക്ക് ഉറപ്പാണ് ഇവർ ഇത്രയും കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ എന്നും ലൈഫിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഒന്നും പ്രതീക്ഷിച്ച് കൂടുന്നവരല്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് ഘട്ടത്തിലും നമ്മളെ കൂടെ നിൽക്കുന്ന, അതാണ് നമ്മളെ സർവൈവ് ചെയ്യിപ്പിക്കുന്നത്.